നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കോടതി എനിക്ക് അനുകൂലമായി വിധിച്ചു. കുഞ്ഞിനെ ഞാൻ തന്നെ വളർത്തണമെന്ന് നിർദ്ദേശവും നൽകി. എന്നാ പിന്നീട് ഞാൻ അവരോട് അല്പം മനസാക്ഷി കാണിച്ചു. എന്റെ കുഞ്ഞിനോട് അവർക്കല്പം സെന്റിമെന്റ്സ് ഉണ്ടെന്നുള്ള തെറ്റിദ്ധാരണയിൽ അവരെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതി ഞാൻ ചെമ്പകമംഗലത്ത് കുറച്ചു ദിവസം കൂടി താമസിച്ചു. പക്ഷെ പിന്നീടും കാർത്തിക്കും ചെമ്പകമംഗലംകാരും എന്നോടുള്ള പീഡന പരമ്പര തുടർന്നു. ഇത് സഹിക്കവയ്യാതെ ഞാനിപ്പോ ചെമ്പകമംഗലത്ത് നിന്ന് താൽക്കാലികമായി രക്ഷപ്പെട്ടിരിക്കുക. അടിയും ഇടിയും തൊഴിയും ഒക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. ഇതങ്ങനെ അല്ല. എങ്ങനെയായിരുന്നു പീഡന രീതികൾ? പോലീസ് മുറിയിലായിരുന്നോ? അതെ. കൈകളുടെയും കാലുകളുടെയും നഖങ്ങൾക്കിടയിൽ മുട്ടുസൂചികൾ കുത്തി തറപ്പിച്ചു. കസേരയിൽ കെട്ടിയിട്ട് കാൽവെള്ളയിൽ ചൂരലിനടിച്ചു. കണ്ണുകളിൽ കുരുമുളക് അരച്ചെഴുതിച്ചു. മാഡം, മറ്റൊരു ചോദ്യം. ഈ സമയത്ത് ഇങ്ങനൊരു തുറന്നു പറച്ചിൽ നടത്താൻ കാരണം എന്താ? പറയാം. പ്രധാനമായും പേടി കൊണ്ട. പണവും പ്രതാപവും ആൾബലവും സ്വാധീനവും ഉള്ളവരാ ഈ ചെമ്പകമംഗലത്തുകാര്. അവരുടെ ആരോമലുണ്ണിയാ ഈ കാർത്തിക്. അയാൾ ACP ആയതുകൊണ്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിലും വലിയ സ്വാധീനമുണ്ട്. എന്നോടുള്ള വ്യക്തിവൈരാഗ്യം വെച്ച് അവരെന്ത് ചെയ്യാനും മടിക്കില്ല. എന്റെ പേരില് കൂടുതൽ കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കാനും അങ്ങനെ വേണമെങ്കിൽ പിടിച്ച് ജയിലിലടയ്ക്കാനും അവര് വിചാരിച്ച സാധിക്കും. അവരെന്നെ കൊന്ന് ഏതെങ്കിലും കാട്ടിനുള്ളിൽ കൊണ്ടുപോയി പഞ്ചാരയിട്ട് കത്തിച്ച് കളയുന്ന ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാനത് മീഡിയ അറിയിക്കുന്നത്. അങ്ങനെ ഇക്കാര്യം പബ്ലിക് അറിയുമല്ലോ. പബ്ലിക് അറിഞ്ഞ ഒരു പരിധിവരെ മരണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാം. അതാ വിശദീകരണമായി ഞാൻ മീഡിയക്ക് മുന്നിൽ വന്നത്. ഈ വീട് എന്റെ ഒരു ഫ്രണ്ടിന്റെയാ. ഞാൻ സാറിനെ നിങ്ങക്ക് പരിചയപ്പെടുത്താം. സർ, വൈശാഖ് സർ. ഇത് വൈശാഖ് സർ, എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാ. അകന്ന ബന്ധുവാ. ബന്ധു എന്ന് പറഞ്ഞാൽ? അത് എന്റെ ഒരു അകന്ന വല്യച്ഛന്റെ മോന്. സത്യം പറഞ്ഞ എന്റെ ഒരു ആങ്ങളയായിട്ട് വരും. ചെമ്പകമംഗലത്തുനിന്ന് എനിക്ക് ഈ പീഡനമെല്ലാം ഏൽക്കേണ്ടി വന്നപ്പോ എന്നെ രക്ഷിച്ചത് വൈശാഖ് സാറാ. ആങ്ങളെയാകുമ്പോ സാറെന്ന് വിളിക്കുന്ന എന്തിനാ? ഇദ്ദേഹം മാഷാണ്. എനിക്ക് ട്യൂഷൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ സാറേന്ന് വിളിച്ച് ശീലിച്ചതാ. എന്നെ രക്ഷിച്ചതിന്റെ പേരിലുള്ള പ്രതികാരം വൈശാഖ് സാറിനോടും ഉണ്ട് ചെമ്പകമംഗലത്തുകാർക്ക്. എന്റെ ഈ ആങ്ങളെയും എന്നെയും ചേർത്ത് ഇപ്പൊ ചെമ്പകമംഗലംകാർ അപവാദ കഥകൾ മെനയുന്നത്. ഇനിയും കൂടുതൽ പ്രതികാര നടപടികൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എൻ്റെ അമ്മോ, ഞാൻ വിചാരിച്ച പോലെ അല്ലല്ലോ. ഇവളൊരു തിമിംഗലോ, സകലതിനെയും വിഴുങ്ങുന്ന തിമിംഗലം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.